ലോകത്തിൻ്റെ കാലഘട്ടത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് BC, ക്രിസ്തുവിന് മുൻപ്. രണ്ടാമത്തെ ഭാഗം AD, അന്നോ ഡൊമിനി, ദ ഇയർ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ വർഷമെന്ന്. ഓരോ ദിവസവും കലണ്ടറിലേക്ക് നോക്കുമ്പോൾ അവർ പറയുകയാണ് യേശു വന്നിട്ട് 2000 വർഷങ്ങളായി. സുവിശേഷ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ റോമൻ ഭരണാധികാരികൾ പലരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഔഗസ്തോസ് കൈസറിനെ കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ലോകത്തിലെ ആളുകളെല്ലാവരും സെൻസസ് എടുക്കണമെന്ന് കൽപ്പന പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് യോസേഫ് മറിയയും കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് ബേത്ലഹേമിലേക്ക്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ തിബിരിയാസ് കൈസറെ കുറിച്ച് വായിക്കുന്നു. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇടപ്രഭുക്കന്മാർ, നാട്ടുരാജാക്കന്മാർ, ഗവർണർമാർ, അവരുടെയൊക്കെ പേരുകൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു ബാബിലോണ്യ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടാകുമെന്ന് മേദ്യ പാർശ്യ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. റോമ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ പോൾ എമയിൽ ബോട്ട എന്ന് പറഞ്ഞ ആൾ ഭൂമി കുഴിച്ചെടുത്ത് അശൂറിൻ്റെ ഭാഗങ്ങൾ കുഴിച്ചെടുത്തപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് ചരിത്ര വസ്തുക്കളെ ഞാൻ സൂക്ഷ്മമായി അപഗ്രഥിച്ചിട്ട് എഴുതിയെന്നാണ്. പത്രോസ് എന്നീ പാറയാകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എങ്ങനെയോ ആളുകൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തി വിശ്വസിച്ച് പോരുന്നുണ്ട്. എത്ര ഗർഭിണികളായ സ്ത്രീകളെയാണ് വയറ് കീറി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞത്. എത്രയോ ക്രിസ്ത്യാനികളെയാണ് മൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തത്. ഇത്തരത്തിലെല്ലാം കൊല വിളിച്ചിട്ടും 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഞങ്ങൾ മതപരിവർത്തനത്തിനെതിരാണ്. മതപരിവർത്തനം ശരിയല്ല, ഒരു രാജ്യത്തും ശരിയല്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്കൊരു കച്ചവട കണ്ണുണ്ടായിരുന്നു. എന്നാൽ മിഷണറിമാർക്ക് ലാഭേച്ഛ കൂടാതെയുള്ള പ്രവർത്തനങ്ങളാണ്. എത്ര ക്രൂരന്മാരായ ആളുകൾ നല്ലവരായി മാറി, എത്ര കൊലപാതകന്മാർ മനുഷ്യ സ്നേഹികളായിട്ട് മാറി. ലൈഫ് ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീണ്ടും അതിഥിയായിത്തിരിക്കുന്നത് ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയനായ ബൈബിൾ പ്രഭാഷകനും വിവിധ ബൈബിൾ സെമിനാറുകളിലെ അധ്യാപകനുമായിരിക്കുന്ന ശ്രീ വർഗീസ് കുര്യൻ അവർകളാണ്. സാർ, വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ലോകം ഒരു രക്ഷകന് വേണ്ടിയുള്ള പ്രതീക്ഷയിലായിരുന്നു. അതിൻ്റെ തെളിവുകൾ സാർ പറയുകയുണ്ടായി. അപ്പോൾ യേശുക്രിസ്തു ചരിത്രത്തിലേക്ക് അവതരിച്ചു എന്ന് സാർ പറഞ്ഞു. അതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്? യേശുവിൻ്റെ വരവിന് വേണ്ടി മുഴുവൻ ലോകവും കാത്തിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പാശ്ചാത്യ ലോകം, മധ്യലോകം, മധ്യപൂർവ്വദേശം, പൗരസ്ത്യ ലോകം, ഈ 4 ലോകങ്ങളിലുള്ള ആളുകളും ദേശങ്ങളിലുള്ള ആളുകളും ഒരു രക്ഷകന് വേണ്ടി ആവലോടെ കാത്തിരുന്നു, പ്രതീക്ഷയോടെ കാത്തിരുന്നു. അങ്ങനൊരു വരവല്ലാതെ ലോകത്തിന് രക്ഷയ്ക്കൊരു മാർഗ്ഗമില്ല, സമാധാനത്തിന് മാർഗ്ഗമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് അവരാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ, കാലസമ്പൂർണ്ണത വന്നപ്പോൾ, സാംസ്കാരിക ലോകവും രാഷ്ട്രീയ ലോകവും മതലോകവും താത്വിക ലോകവും എല്ലാം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ, ദൈവം നിശ്ചയിച്ച സമയമായപ്പോൾ യേശു ലോകത്തിലേക്ക് കന്യകയിലൂടെ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന യേശു ചരിത്രത്തിൻ്റെ നായകനായി. യേശു ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ആളാണോ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ യേശു ഒരു പുസ്തകം എഴുതിയിട്ടില്ല, തന്നെക്കുറിച്ചോ അല്ലാതെ ഒരു ചരിത്രം എഴുതിയിട്ടില്ല. യേശു ഒരു വരി പോലും എഴുതിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. യേശു ഒരു പാട്ട് എഴുതിയിട്ടില്ല. യേശു ഒരു സ്കൂൾ സ്ഥാപിച്ചില്ല. യേശു ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയില്ല. യേശു ഒരു ആശുപത്രി തുടങ്ങിയില്ല. യേശു ഒരു അനാഥശാല തുടങ്ങിയിട്ടില്ല. എന്നാൽ യേശുവിൽ വിശ്വസിച്ച ആളുകൾ ഇതിൻ്റെ എല്ലാം പിൻപിലുള്ള പ്രവർത്തകരായിട്ട് മാറിയിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ പേരിൽ അനേക സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, വയോജന കേന്ദ്രങ്ങൾ, അനാഥശാലകൾ, നിസ്വാർത്ഥമായിട്ടാണ് ഇവ എല്ലാം തന്നെ പ്രവർത്തിച്ചു പോന്നിരുന്നത്. ഇതെല്ലാം ക്രിസ്ത്യാനിത്വത്തിൻ്റെ പാർശ്വഫലമാണ് എന്ന് നമുക്കറിയാം, ഓഫ്ഷൂട്ടാണെന്ന് പറയാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് പറഞ്ഞു റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് അദ്ദേഹത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പം ആ കാര്യത്തെ ചേർത്ത് ചിന്തിച്ചാൽ യേശുവിനെ പറ്റിയുള്ള ചരിത്രം എങ്ങനെ നമുക്ക് അത് ആധികാരികമാണെന്ന് പറയാൻ കഴിയും? യേശുവിനെക്കുറിച്ചുള്ള ചരിത്രമെന്ന് പറയുമ്പോൾ ലോക ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യേശുവിൻ്റെ ചരിത്രം. സാധാരണ പറയാറുണ്ട്, വാട്ട് ഈസ് ഹിസ്റ്ററി? ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. ചരിത്രമെന്ന് പറയുന്നത് യേശുവിനെ ചുറ്റിപ്പറ്റിയുള്ള വിശദീകരണങ്ങളാണ്. യേശുവിൻ്റെ വരവിന് വേണ്ടിയും വന്നതിന് ശേഷമുള്ള ലോകത്തിൻ്റെ ഗതികളാണ് ലോക ചരിത്രം. അത് ബൈബിൾ ചരിത്രം മാത്രമല്ല,
ബൈബിൾ ചരിത്രവും ലോക ചരിത്രവും ഒരുപോലെ മുമ്പോട്ട് നീങ്ങിയിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതാ കലണ്ടർ നിങ്ങൾ നോക്കിക്കേ, ഏത് വർഷത്തെ കലണ്ടറാണത്? എന്തുകൊണ്ടാണ് 2000 ചിന്തിച്ചിട്ടുണ്ടോ? അത് ക്രിസ്തു വർഷം എന്നാണ് നമ്മളതിനെക്കുറിച്ച് പൊതുവെ പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ലോകത്തിൻ്റെ കാലഘട്ടത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് BC, ക്രിസ്തുവിന് മുൻപ്. രണ്ടാമത്തെ ഭാഗം AD, അന്നോ ഡൊമിനി, ദ ഇയർ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ വർഷമെന്നാണ്. ഇത് ലോകത്തിലെ സകല മതക്കാരും, ദൈവമില്ലെന്ന് പറയുന്നവരും യേശു ചരിത്രപുരുഷനല്ലെന്ന് പറയുന്നവരും ഓരോ ദിവസവും കലണ്ടറിലേക്ക് നോക്കുമ്പോൾ അവർ പറയുകയാണ് യേശു വന്നിട്ട് 2000 വർഷങ്ങളായി. അവരുടെ കൈകളിൽ കിടക്കുന്ന വാച്ചുകൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കത്ത് എഴുതുമ്പോൾ അതിന് മുകളിൽ പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതുമ്പോൾ ഈ തീയതിയാണ് വയ്ക്കുന്നത്. ഇതെല്ലാം യേശു ചരിത്രപുരുഷനാണെന്ന് മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും അവർ സമ്മതിച്ചു വരികയാണ്. യേശു ചരിത്രപുരുഷൻ തന്നെയാണ്. ബൈബിളിൽ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ടല്ലോ. അപ്പോൾ അത് പിന്നീട് ആരൊക്കെയോ കെട്ടിച്ചമച്ചതാണ് എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് മറുപടിയായിട്ട് സാറിന് എന്താ പറയാനുള്ളത്? യേശു ജീവിച്ച സമയത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. ഞാനൊരു ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ. തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യത്ര കോനിത്യ ദേശങ്ങളിലും ലൂസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായും ഇരിക്കുന്ന കാലത്താണ് യേശുവിനെക്കുറിച്ചുള്ള ചരിത്രം ആരംഭിക്കുന്നത്. സുവിശേഷ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ റോമൻ ഭരണാധികാരികൾ പലരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഔഗസ്തോസ് കൈസറിനെക്കുറിച്ചും സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ലോകത്തിലുള്ള ആളുകളെല്ലാവരും സെൻസസ് എടുക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെയാണ് യോസേഫ് മറിയയും കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക്, ബേത്ലഹേമിലേക്ക് വരുന്നത്. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാനാവാത്ത സത്യമാണ്. യേശുവിൻ്റെ പരസ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ തിബിരിയാസ് കൈസരെക്കുറിച്ച് വായിക്കുന്നു. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇടപ്രഭുക്കന്മാർ, നാട്ടുരാജാക്കന്മാർ, ഗവർണർമാർ, അവരുടെയൊക്കെ പേരുകൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലോക ചരിത്രവും ബൈബിൾ ചരിത്രവും ഒരുപോലെ സമാന്തരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അത് തെളിയിക്കുന്നത് യേശു ഒരു ചരിത്രപുരുഷനായിരുന്നു എന്ന് തന്നെയാണ്. ബൈബിളിലെ പഴയ നിയമം നോക്കിയാലും ലോക സാമ്രാജ്യങ്ങളുടെ പല പേരുകളും ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈജിപ്റ്റ്, അസീറിയ, ബാബിലോൺ, പേർഷ്യ. ലോക സാമ്രാജ്യങ്ങളുടെയും രാജ്യങ്ങളുടെയും പേരുകളുണ്ട്. അനവധി ഭരണാധികാരികളുടെ പേരുകളുണ്ട്. ലോകത്തിലെ ആദ്യ സാമ്രാജ്യം ഉണ്ടാക്കിയത് നിമ്രോദാണ്. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ച് ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, 10-ാം അധ്യായത്തിലുണ്ട്. പിന്നീട് ഈജിപ്ഷ്യൻ എംപയറിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈജിപ്തിൻ്റെ സാമ്രാജ്യം. പുറപ്പാട് പുസ്തകത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളായ ഫറവന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ചരിത്രം മുൻപോട്ട് വായിച്ചു വരുമ്പോൾ ഇസ്രായേലിലെ രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളെക്കുറിച്ചും, അസീറിയയിലെ രാജാക്കന്മാരെക്കുറിച്ച്, നിനവയിലെ ഭരണാധികാരികളെക്കുറിച്ച്, ഈ രാജ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമുണ്ട്. ഭരണാധികാരികളെക്കുറിച്ചുണ്ട്. ലോക ചരിത്രം എഴുതിയായിരുന്നില്ല ബൈബിളിൻ്റെ ഉദ്ദേശം. ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ ചരിത്രത്തിലേക്ക് അയക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതോട് ബന്ധപ്പെട്ട ഒരു ജനത്തെ ദൈവം ഒരുക്കി. അത് ഇസ്രായേൽ ജനമാണ്. കാരണം അവരുടെ ഇടയിലൂടെയാണ് യേശു ജനിച്ചത്. അപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ലോക രാജ്യങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ചരിത്രങ്ങളാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബാബിലോണിയ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന മേദ്യ പാർശ്യ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. റോമ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ 4 മഹത്തായ സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ഒത്തവണ്ണമാണ് ഈ സാമ്രാജ്യങ്ങളെല്ലാം പിന്നീട് ഉടലെടുക്കാനിടയായത്. അപ്പോൾ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയപ്പെട്ടിരിക്കുന്ന സാമ്രാജ്യങ്ങൾ നിലവിൽ വന്നപ്പോൾ ബൈബിൾ ശരിയല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? ബൈബിളിലെ ചരിത്ര വസ്തുക്കൾ ശരിയല്ലെന്ന് പറയാനായിട്ട് എങ്ങനെ കഴിയും? ലോകത്തിൻ്റെ ചരിത്രങ്ങൾക്ക് തെറ്റുപറ്റും. പുരാവസ്തുശാസ്ത്രം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പല സ്ഥലങ്ങളും ഖനനം ചെയ്ത് കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ അശൂർ രാജാവായ സർഗോനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചരിത്രകാരന്മാരും വിദ്യാർത്ഥികളും പറഞ്ഞുകൊണ്ടിരുന്നത് ബൈബിൾ തെറ്റാണ്. കാരണം സർഗോൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല. എന്നാൽ പോൾ എമൈൽ ബോട്ട എന്ന് പറയുന്ന ആൾ ഭൂമി കുഴിച്ചെടുത്ത് അശൂറിൻ്റെ ഭാഗങ്ങൾ കുഴിച്ചെടുത്തപ്പോൾ അവിടെ കണ്ടെടുത്തത് ചില ഫലകങ്ങളിൽ സർഗോൻ്റെ പേരുണ്ട്. അപ്പോൾ ബൈബിൾ തെറ്റല്ല, ചരിത്രത്തിൽ തെറ്റുപറ്റാം.
ബൈബിളിൽ സത്യങ്ങൾ ശരിയാണെന്നുള്ളത് ചരിത്രവും ശാസ്ത്രവും ഓരോ ദിവസം കഴിയുന്നതോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന ചരിത്ര വസ്തുതകൾ, ഭരണാധികാരികൾ, രാഷ്ട്രങ്ങൾ, അവയെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നത് 100% സത്യമാണെന്ന് തെളിഞ്ഞു വരികയാണ്. അപ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചരിത്രരേഖകൾ കൃത്യമായി അത് അലൈൻ ചെയ്യപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് സാർ പറഞ്ഞു വരുന്നത്. കൃത്യമായിട്ട് അലൈൻ ചെയ്യപ്പെട്ട് വരുന്നുണ്ട്. ഇനി മാത്രമല്ല, നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം, നമ്മുടെ രാജ്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നമ്മുടെ ദേശം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഹിന്ദു ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു ദേശം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് അതേക്കുറിച്ച് എഴുതിയത്. അപ്പോൾ ഇന്ത്യ ചരിത്രമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്ന പോലെ തന്നെ ബൈബിളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. സാർ, മറ്റൊരു ചോദ്യം. സാർ, പല തെളിവുകൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരതയെപ്പറ്റി പറയുകയുണ്ടായി. എന്നാൽ നമുക്കത് കൃത്യമായി വിശ്വാസയോഗ്യമാണ് എന്നങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചരിത്രങ്ങൾ വിശ്വാസയോഗ്യമാണെന്നുള്ളതിന് അധികം തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. ഒരു തെളിവ് മാത്രം മതി. നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് നമ്മളെക്കുറിച്ചൊരു ചരിത്രം ഒരാൾ എഴുതിയാൽ അതിനെ നിഷേധിക്കാൻ 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ആർക്കെങ്കിലും കഴിയുമോ? സാധിക്കില്ല. യേശു ജീവിച്ചിരുന്ന സമയം, അവൻ മരിക്കുന്ന AD 30-ലാണ്. അധികം താമസിക്കാതെ തന്നെ അവനെക്കുറിച്ച് ചരിത്രം എഴുതി. ഏതാണ്ട് 20 വർഷം കഴിഞ്ഞപ്പോൾ സുവിശേഷങ്ങൾ, യേശുവിൻ്റെ ജനനം, ജീവിതം, മരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ എഴുതാൻ തുടങ്ങി. ആ ചരിത്രങ്ങൾ അന്നത്തെ കാലത്ത് ആരും ചോദ്യം ചെയ്തില്ല. പല നൂറ്റാണ്ടുകളിലും ഈ ചരിത്ര വസ്തുതയ്ക്ക് എതിരെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ, യേശുവിൻ്റെ ജനനമോ ജീവിതമോ മരണമോ അടക്കമോ ഉയർപ്പോ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആ നാളുകളിൽ വെല്ലുവിളിക്കണമായിരുന്നു. ഇതുവരെ വെല്ലുവിളികൾ ഉണ്ടായിട്ടില്ല. 4 സുവിശേഷങ്ങളാണെന്ന് ഓർക്കണം. അതിനുശേഷം വരുന്ന 5-ാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ, അവിടെയും യേശുവിൻ്റെ ചരിത്രത്തെക്കുറിച്ചുണ്ട്. മാത്രമല്ല, യേശുവിൻ്റെ ചരിത്രം എഴുതിയത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല. ഒരു ഡോക്ടർ എഴുത്തുകാരനായിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടർ, അദ്ദേഹം ചരിത്രകാരനാണ്, ലൂക്കോസ് എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് ചരിത്ര വസ്തുക്കളെ ഞാൻ സൂക്ഷ്മമായി അപഗ്രഥിച്ചിട്ട് എഴുതിയെന്നാണ്. അപ്പോൾ എന്തെങ്കിലും കേട്ടുകേൾവികൾ വെച്ചുകൊണ്ട് എഴുതിയതല്ല, സൂക്ഷ്മമായ അപഗ്രഥനത്തിന് വിധേയമാക്കിയിട്ട് കൃത്യമായ കാലഘട്ടം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ലൂക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. അന്ന് അതിനെ വെല്ലുവിളിക്കാതിരുന്നതിൻ്റെ അർത്ഥം അത് സത്യമാണെന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വെല്ലുവിളിക്കുന്നതിന് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. അത് ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് സാറ് വളരെ വ്യക്തമായി സമർത്ഥിച്ചു. സാറ് പറഞ്ഞ തെളിവുകളൊക്കെ വളരെ വിശ്വാസയോഗ്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തു വന്നു, യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചു, മരിച്ചു, ഉയർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്ന് പുതിയ നിയമമാണ്. രണ്ടാമത്തെ തെളിവ് ദൈവസഭയുടെ നിലനിൽപ്പാണ്. അത് ക്രിസ്ത്യാനികൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ദൈവസഭയെന്ന് പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിക്കരുത്. സഭയെന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ കാണുന്നൊരു ക്രൈസ്തവ കൂട്ടമാകണമെന്നില്ല. സത്യസഭ എന്താണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിക്കുന്ന ആളുകളാണ് രക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവർ. അവരുടെ കൂട്ടമാണ് ദൈവസഭ. ആ സഭ കഴിഞ്ഞ 2000 വർഷങ്ങളായി ലോകത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരത്ഭുതകരമായ കാര്യമാണ്. സഭയെക്കുറിച്ച് യേശു തന്നെ ഒരു പ്രവചന രൂപത്തിൽ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞത് തൻ്റെ ശിഷ്യനായ പത്രോസിനോട് പറയുമ്പോൾ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് എന്നുള്ളത് ചെറിയ പാറ കഷണം എന്നർത്ഥം. എന്നാൽ ഈ പാറ എന്നുള്ളൊരു മാസി റോക്ക്, വലിയൊരു പാറ. പത്രോസ് എന്നീ പാറയാകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എങ്ങനെയോ ആളുകൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തി വിശ്വസിച്ച് പോരുന്നുണ്ട്. പത്രോസെ നീ പാറയാകുന്നെന്ന് പറഞ്ഞില്ല. കാരണം ആ പത്രോസിനോട് നമുക്ക് ചോദിക്കും, പത്രോസെ താങ്കൾ പാറയാണെന്ന് ചോദിച്ചാൽ പത്രോസ് പറയും, ഞാൻ ആ പാറയല്ല. അദ്ദേഹം ഒരു ലേഖനം എഴുതി, 1 2 ലേഖനങ്ങൾ എഴുതി. 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി ദൈവത്തിന് ആത്മീയ യാഗം അർപ്പിക്കാമെന്നൊക്കെ വിശുദ്ധ പുരോഹിതരാകുന്നതാണ്. അപ്പോൾ പത്രോസ് പറയുന്നത്, ഞാനല്ലേ പാറ, ആ പാറ യേശുവാണ്. ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, സിയോനിലിട്ട അടിസ്ഥാനം, യുഗങ്ങളുടെ പാറ, മനുഷ്യന് ദാഹശമനം വരുത്തുന്ന പാറ, അത് യേശുക്രിസ്തുവാണെന്ന് പത്രോസ് തന്നെ പറഞ്ഞിരിക്കെ, വീണ്ടും നമ്മൾ കർത്താവ് പറയാത്തതും പത്രോസ് അവകാശപ്പെടാത്തതും പത്രോസ് സ്വപ്നം കാണാത്തതുമായ ഒരു 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 ക്രെഡിറ്റ് പത്രോസിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ. അതിൻ്റെ അർത്ഥം, പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പെട്രോസ് എന്ന ഗ്രീക്ക് വാക്കിന്
ചെറിയ പാറക്കഷണമെന്നാണ്. ഇപ്പോൾ യേശുവിനെ ഉയർത്തി കാണിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു, നിന്നോടുകൂടെ മരിപ്പാനും തടവിലാകാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ആ പത്രോസിൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിനറിയാം ഇവനിങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത, സ്ഥിരതയില്ലാത്ത ഒരാളാണ്. ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും, ഇളക്കപ്പെരുപ്പങ്ങളുടെ പിന്നാലെ പോകും, സ്ഥിരസ്വഭാവമില്ലാത്ത ആളാണ്. അതുകൊണ്ട് പത്രോസ്, നീ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ നിൻ്റെ മേൽ ഞാൻ സഭ പണിയുകയില്ല, പണിതാൽ ഇത് തകരും. അതുകൊണ്ട് ഈ പാറമേൽ എന്നുള്ളത് പെട്ര എന്നൊരു വാക്കാണ്, മാസീവ് റോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, വലിയ പാറ. 60-ാം സങ്കീർത്തനത്തിൽ പറയുന്ന അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നയിക്കണമെന്നാണ്. അതാണ് യേശു ക്രിസ്തുവിനെ ഉപമിച്ചിരിക്കുന്ന ഒരു ഉപമാനമാണ് ഉയർന്ന പാറ. ഇനി പത്രോസ് തന്നെ ഈ പാറയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലുമൊക്കെ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, പാറയായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക യാഗം അർപ്പിക്കത്തക്ക വിശുദ്ധ പുരോഹിതവർഗമാകുന്നത് പണിയപ്പെടുന്നു. അപ്പോൾ ഒരു പാറയെക്കുറിച്ച് പത്രോസ് പറയുന്നത് അവനാണ് പാറ, യേശു ക്രിസ്തുവാണ്, ഞാനല്ല. പൗലോസുമാക്കാരും തന്നെ 1 കൊരിന്ത്യർ 3:11 പറയുന്നുണ്ട്, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ദൈവസഭയുടെ അടിത്തറയെന്ന് പറയുന്നത് പത്രോസോ തോമസോ യോഹന്നാനോ മറ്റ് അപ്പോസ്തലന്മാരോ ഒരു മനുഷ്യരുമല്ല, സഭ കർത്താവിൻ്റെ മേലാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ മേൽ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ഞാൻ പണിയുന്ന സഭയെ ജയിക്കുകയില്ല. അപ്പോൾ ഈ പാതാള ഗോപുരങ്ങൾ എന്നുള്ളതിന് ആളുകൾ പൊതുവെ വിചാരിക്കുന്നത് പിശാചും അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ സൈന്യമെന്നൊക്കെയാണ്. ഒരു പരിധിവരെ അത് ശരിയാണ്. എന്നാൽ ബൈബിളിലെ മറ്റ് ഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ, വ്യാഖ്യാന നിയമം അനുസരിച്ച് നോക്കിയാൽ, പാതാള ഗോപുരങ്ങൾ, ഗേറ്റ്സ് ഓഫ് ഹെൽ അല്ലെങ്കിൽ ഗേറ്റ്സ് ഓഫ് ഹേഡസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മരണത്തെ ഉദ്ദേശിച്ച. ഹിസ്കിയ രാജാവിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണവാതിലോളം അടുക്കേണ്ടതായിട്ട് വന്നു, മരണവാതിൽ പുകേണ്ടതായിട്ട് വന്നു. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാതാളവാതിലോളം താണുപോയി. ഇയ്യോബ് തന്നെ അത് പറയുന്നുണ്ട്, മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹത്തിന് വിടുതലുണ്ടായി. മരണത്തിൻ്റെ വാതിൽ, പാതാളവാതിലോളം ഞാൻ പോയി. അപ്പോൾ പാതാളം മരണം, അതിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ മരണം. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പണിയുന്ന സഭ മരണം കൊണ്ടില്ലാതെ ആകുകയില്ല. ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകത്തിൽ പറഞ്ഞത്, ഇത് പറഞ്ഞിട്ട് യേശു തനിക്ക് യെരുശലേമിൽ സംഭവിക്കാനുള്ള മരണത്തെക്കുറിച്ച് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും എന്നെ പിടിക്കും, എന്നെ കിട്ടും, എന്നെ തല്ലും, എന്നെ തുപ്പും, എന്നെ കൊല്ലും, പക്ഷേ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാണ് ദൈവസഭയുടെ ശക്തി സ്രോതസ്. കഴിഞ്ഞ 2000 വർഷങ്ങളുടെ ചരിത്രം നോക്കണം. ഈ 2000 വർഷങ്ങളുടെ ചരിത്രത്തിൽ എത്ര ക്രിസ്തീയ രക്തസാക്ഷികൾ ലക്ഷക്കണക്കിനുണ്ടായിട്ടുണ്ട്. യോഹന്നാൻ ഒഴികെ ബാക്കി 12 അപ്പോസ്തലന്മാരെയും കൊല്ലുകയായിരുന്നു, പൗലോസിനെയും കൊന്നുകളഞ്ഞു. 1-ാം നൂറ്റാണ്ടിൽ എത്രയോ ക്രിസ്തു വിശ്വാസികളെ ക്രൂരമായി റോമൻ ഭരണാധികാരികൾ കൊന്ന് കുഴിച്ചു മൂടി. എത്ര ക്രിസ്തീയ വിശ്വാസികളെയാണ് ശരീരത്തിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് മരത്തിന്മേൽ കെട്ടി നിർത്തി രാത്രി തോറും ദീപങ്ങളാക്കി വെളിച്ചങ്ങളാക്കി മാറ്റിയത്. എത്ര ഗർഭിണികളായ സ്ത്രീകളെയാണ് വയറ് കീറി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞത്. എത്രയോ ക്രിസ്ത്യാനികളെയാണ് മൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തത്. ഇത്തരത്തിലെല്ലാം കൊല വിളിച്ചിട്ടും 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ സഭ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിൻപിലെ കാരണം യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്, ചരിത്രപുരുഷനാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് ഈ സഭയെ നിയന്ത്രിക്കുന്ന ചേതോവികാരം. ഇന്നും ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ ആളുകൾ മതപരിവർത്തനം ആരോപിച്ച് ഈ ആളുകളെ കൊല്ലുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ സ്നേഹത്തിൻ്റെ സന്ദേശം അത് വ്യാപിക്കുന്നു എന്നേ കാണാൻ കഴിയുന്നുള്ളൂ, അല്ലേ? ഞങ്ങൾ മതപരിവർത്തനത്തിനെതിരാണ്. മതപരിവർത്തനം ശരിയല്ല, ഒരു രാജ്യത്തും ശരിയല്ല. എന്നാൽ മനപരിവർത്തനത്തിന് ഞങ്ങൾ പിന്തുണ നിൽക്കുന്നുണ്ട്. മതം ആരെയും രക്ഷിക്കുകയില്ല. മതം മനുഷ്യനെ മറുക്കുന്ന കറുപ്പാണെന്ന് കാർൽ മാർക്സ് പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. അതൊരു മതം മാറ്റം കൊണ്ട് കാര്യമായി ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഒരു മതത്തിൽപ്പെട്ട ആളെ വേറൊരു മതത്തിലേക്ക് മാറ്റുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഈ ക്രിസ്തു മതമെന്ന് പൊതുവെ പറയുന്നതും മറ്റു മതങ്ങൾ പോലെ മതം എന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. ക്രിസ്തു മതം എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു മറ്റു മതങ്ങളെ പോലെ തന്നെയുള്ളൂ. എന്നാൽ അതിനകത്ത് ഒരു ക്രിസ്ത്യാനിത്വമുണ്ട്, ഒരു ക്രിസ്തീയ മാർഗമുണ്ട്. രക്ഷിക്കപ്പെട്ടവർ മാത്രം ഉൾപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്, അതാണ് സഭ. അതൊരു മാർഗമാണ്, അതൊരു മതമല്ല, ഒരഭിപ്രായമല്ല, അതൊരു ജീവിത ശൈലിയാണ്. യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച ആളുകൾ യേശുവിനോട് ബന്ധപ്പെട്ട് യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്ത് ലോകത്ത് അറിയിക്കുന്നു. അതാണ് ക്രൈസ്തവ ധർമ്മം. അതോടൊപ്പം തന്നെ അവർ തങ്ങളെക്കൊണ്ടാകുന്ന പോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, ഇരുളടഞ്ഞ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ.
ഇവിടെ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ള ആളുകൾക്ക് അക്ഷരജ്ഞാനം അത് വിലക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ മിഷണറിമാർ ഇവിടേക്ക് വന്നു. അതിനെ പിന്തുടർന്ന് വന്ന തദ്ദേശീയരായ ആളുകൾ എത്രയെത്ര സ്കൂളുകൾ, നിലത്തെഴുത്ത് കളരികൾ സ്ഥാപിച്ചു, അക്ഷരാഭ്യാസമുണ്ടാക്കി. ഇന്ത്യയിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചത് മിഷണറിമാർ മൂലമാണ്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ KR നാരായണൻ അദ്ദേഹം തന്നെ പറയുമായിരുന്നു, കോട്ടയത്ത് ഒരു CMS കോളേജ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ നിലയിലെത്താൻ ഇടയായിരുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം എവിടെ പോയി നിൽക്കുമായിരുന്നു? ഹിന്ദി പ്രദേശത്തുള്ള എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കാനിടയായത്. ഇന്നും അങ്ങനെയുള്ള സ്കൂളുകൾ നിലനിൽക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യുന്നു. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അതിന് നേട്ടം ലഭിക്കുന്ന ആളുകളെല്ലാവരെയും മതം മാറ്റുകയാണെന്ന്. അത് ശരിയല്ല. ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. അത് ക്രിസ്ത്യാനിക്കും ചെയ്യാം, ഹിന്ദുവിനും ചെയ്യാം, മുസ്ലിമിനും ചെയ്യാം. പാവപ്പെട്ട ആളുകളെ സഹായിക്കണ്ടേ? അതൊരു ധർമ്മമാണ്, മനുഷ്യധർമ്മമാണ്. അനാഥരായിരിക്കുന്ന ആളുകളെ അവരെ പാർപ്പിക്കണം. വഴിയിൽ തള്ളിക്കളയുന്ന വൃദ്ധരെ അവർക്കൊരു ആലംബം കാണിച്ചു കൊടുക്കണം. പല ആളുകളും ഈ ബ്രിട്ടീഷ് ഭരണകൂടവും മിഷണറിമാരും ഒന്നാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അത് അവർ ചൂഷണം ചെയ്തു. ഇപ്പോൾ ഈ മിഷണറിമാരും ആ ചൂഷണത്തിൻ്റെ ഭാഗമാണെന്നാണ് വിചാരിക്കുന്നത്. അവരും മിഷണറിമാരുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റുകയില്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്കൊരു കച്ചവട കണ്ണുണ്ടായിരുന്നു. എന്നാൽ മിഷണറിമാർക്ക് ലാഭേച്ഛ കൂടാതെയുള്ള പ്രവർത്തനങ്ങളാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, അനേക മിഷണറിമാർ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് ഇവിടെ വന്ന് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട്. ആശുപത്രികൾ സ്ഥാപിച്ചു, അനാഥാലയങ്ങളുണ്ടാക്കി, വൃദ്ധസദനങ്ങളുണ്ടാക്കി. അതൊന്നും മതം മാറ്റാൻ വേണ്ടിയായിരുന്നില്ല, ലാഭത്തിനു വേണ്ടിയുമായിരുന്നില്ല. ഒരു ജീവകാരുണ്യ പ്രവർത്തനം ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ചെയ്ത കാര്യങ്ങളായിരുന്നു. അവർക്ക് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് വന്ന് നമ്മുടെ സാധാരണ ജനങ്ങളെ സേവിക്കുമായിരുന്നു അവർ. അതെ, നമുക്കറിയാം മലയാളത്തിന് അച്ചുകൂടം ഉണ്ടാക്കിയത് ആരാണ്? ഒരു മിഷണറി അല്ലേ? അക്ഷരങ്ങൾ കോർത്തിണക്കിയത്, നല്ല വ്യാകരണ പുസ്തകം ഉണ്ടാക്കിയത്, നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കിയത്, ഇതെല്ലാം മിഷണറിമാരാണ്. അതിനുശേഷം വന്ന ആൾ ചെയ്തില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനെല്ലാം അടിത്തറ പാകിയത് ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. അത് ഏത് ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിമും അംഗീകരിച്ചാൽ മതിയാകുകയുള്ളൂ. ചരിത്രത്തെ ശരിയായി വിലയിരുത്തുന്ന ഏതൊരാളും ഇത് സമ്മതിക്കുന്നുണ്ട്. അവരുടെ സംഭാവനകൾ നമുക്ക് മറക്കാവുന്നതല്ല. എല്ലാ മതങ്ങളിലും നന്മകളുണ്ട്. എല്ലാ മതങ്ങളും പറയുന്നത് നിങ്ങൾ നന്മ ചെയ്താൽ മോക്ഷം പ്രാപിക്കാം. അപ്പോൾ അത് ഒരു പ്രത്യേക മതത്തിൽ ചേരേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് ക്രിസ്തു മാത്രം യുണീക്കാണെന്ന് നിങ്ങൾ പറയുന്നത്? എല്ലാ മതങ്ങളിലും നന്മയുണ്ട്, എല്ലാ മതങ്ങളിലും നല്ലവരുണ്ട്. ഒരു മതത്തെയും ആക്ഷേപിക്കാൻ കഴിയില്ല. ബഹുമാനത്തോടുകൂടെ മാത്രമേ മറ്റു മതങ്ങളെയും മതസ്ഥരെയും കാണാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. മതങ്ങളും ക്രിസ്തു മാർഗവുമായിട്ടുള്ള വ്യത്യാസം, മതങ്ങളെല്ലാം സത്യാന്വേഷണത്തിൻ്റെ വഴിയിലാണ്. അവർ യാഥാർത്ഥ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ഞാൻ ഈ മതത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ട് ഞാൻ മോക്ഷത്തിലെത്തും, സ്വർഗത്തിലെത്തുമെന്ന് പറയാൻ കഴിയുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മാർഗം മതത്തിൻ്റെ മാർഗമല്ല. യേശു ലോകത്തിലേക്ക് വന്നത്, ഒന്ന് ദൈവത്തെ വെളിപ്പെടുത്താൻ വന്നു, 2 പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കാൻ വന്നു, 3 പാപങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് വന്നു. യേശുക്രിസ്തുവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി യേശു വന്നു എന്നുള്ളത്. ആ ഇനത്തിൽപ്പെട്ടവരെ ആരും ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പുണ്യവാനായി ലോകത്ത് കടന്നു വന്ന, പാപരഹിതനായി ജീവിച്ച് ഒരു കുറ്റവും ചെയ്യാതെ അവനെ വിധിച്ച ന്യായാധിപൻ പോലും പറഞ്ഞത് ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു. എങ്കിലും ഇങ്ങനെയുള്ള ഒരു നീതിമാൻ എന്തിനു വേണ്ടി മരിച്ചു? 100 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു കുറ്റരഹിതൻ, ഒരു നീതിമാൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള റോമൻ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ടാണ് നീതിമാനായ യേശുവിനെ കുരിശിൽ മരിക്കാനായിട്ട് ന്യായാധിപൻ വിധി പുറപ്പെടുവിച്ചത്. അതിൻ്റെ കാരണം, യേശു മരിച്ചില്ലെങ്കിൽ ലോകത്തിന് രക്ഷയ്ക്കൊരു മാർഗം ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി യേശുക്രിസ്തു ചരിത്രപുരുഷനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ജനജീവിതങ്ങളിൽ വരുത്തിയ രൂപാന്തരമാണ്. കോടാനുകൂടി ആളുകൾ യേശുവിൽ വിശ്വസിച്ച് ജീവിതത്തിന് രൂപാന്തരമുണ്ടായി. എത്ര നരഭോജികളാണ് നരസ്നേഹികളായി മാറിയത്? എത്ര ക്രൂരന്മാരായ ആളുകൾ നല്ലവരായി മാറി? എത്ര കൊലപാതകന്മാർ മനുഷ്യസ്നേഹികളായിട്ട് മാറി? എത്ര മദ്യപാനികൾ മദ്യപാനത്തോട് യാത്ര പറഞ്ഞ് വിശുദ്ധരായി ജീവിച്ചു? ആത്മഹത്യയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട എത്ര ആളുകളാണ് ആ പ്രവണതയിൽ നിന്ന് മാറി ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്? ഇതെല്ലാം ചരിത്രപുരുഷനായ യേശു ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരം കൊണ്ടാണ്. ഇന്നും യേശു ചരിത്രപുരുഷനായി
ജീവിക്കുന്ന യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. ആ യേശുവിന് വേണ്ടി ജീവിതം ആരൊക്കെ സമർപ്പിക്കുന്നുവോ, ഏത് മതത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ, യേശുവെ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയംഗമായി ഏറ്റുപറഞ്ഞ് ആ യേശുവിൽ ശരണപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും പാപപരിഹാരം ഉണ്ടാകും, ജീവിതത്തിൻ്റെ രൂപാന്തരം ഉണ്ടാകും, നല്ലവരായി തീരാൻ കഴിയും എന്ന് മാത്രമല്ല, ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഇവിടെ മരണമുണ്ട്, മരണത്തോടെ അവസാനിക്കാത്തൊരു ജീവിതമുണ്ട്. മരിച്ചു പോയെന്നാണ് ധാരണ പറയുന്നത്. എങ്ങോട്ടാണ് പോയത്, എന്താ പോയത്? നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ഒരു സത്ത. ഈ ആത്മാവ് മറ്റെവിടേക്ക് പോവുകയാണ്. മരണശേഷം 2 സ്ഥലങ്ങളിലേക്ക് പോകുന്നുവെന്ന് എല്ലാ മതങ്ങളും സമ്മതിക്കുന്നുണ്ട്. ഒന്ന് ഒരു സ്വർഗം, മറ്റൊന്നൊരു നരകം. സ്വർഗത്തിൽ പോകാൻ ഇന്നത്തെ ജീവിതം പോരാ. നരകത്തിലേക്ക് പോകാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെത്താൻ ഒരു മാർഗ്ഗമുണ്ട്. ഞാൻ തന്നെ വഴി എന്ന് യേശു പറഞ്ഞു. ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൻ്റെ മരണത്തിൽ ആശ്രയിച്ച് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഏതൊരാൾക്കും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പുണ്ടാകും. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ മരിച്ചാൽ എവിടെ പോകും എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ കഴിയും. ഒരു ക്രിസ്തു വിരോധിയായിരുന്ന, ക്രിസ്തു നിഷേധിയായിരുന്ന തർശൂസിലെ ശൗൽ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ എന്നാണ്. ഇത്തരത്തിൽ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതത്തിനുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ആ സമർപ്പണത്തിൻ്റെ മാർഗത്തെക്കുറിച്ചുമാണ് ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുത. ബൈബിളിൻ്റെ ഇതിവൃത്തം ഇതുതന്നെയാണ്. വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും. വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ താങ്കൾ നൽകുകയുണ്ടായി. അതിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുവരെ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായി വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ അതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഞങ്ങളുമായിട്ട് ആ കാര്യത്തിൽ ബന്ധപ്പെടണം എന്ന് ഓർപ്പിക്കുന്നു. ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.